എല്ലാവർക്കും നമസ്കാരം. എന്താണ് കൃഷ്ണാനുഭവം? ഭഗവാന്റെ ആ മഹനീയ സാന്നിധ്യം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിത സന്ദർഭത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും നാമത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ തൊട്ടറിയും. ഭഗവാനെ അറിയാനുള്ള ഭക്തി നമുക്കുണ്ടാകണം. ഈ നിമിഷത്തിൽ നമ്മളിലേക്ക് എത്തിയത് സാക്ഷാൽ ഭഗവാനാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് വേണം. ഒരു കൃഷ്ണാനുഭവം വേണം എന്ന് വിചാരിച്ച് നമ്മൾ നടന്നാൽ അത് നമുക്ക് അനുഭവയോഗ്യം ആകുമെന്ന് കരുതരുത്. ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എപ്പോഴാണെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. ആ സാന്നിധ്യം അനുഭവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ഇന്നിവിടെ പറയുന്നത് കൃഷ്ണാനുഭവം തേടി നടന്ന ഒരു ഭക്തയുടെ കഥയാണ്. കൃഷ്ണാനുഭവം തേടി അവർ ഗുരുവായൂരിലേക്ക് പോയി. ആ കഥയാണ് അവരയച്ചു തന്നിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഓരോ ദിവസവും ധാരാളം കൃഷ്ണാനുഭവങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ ഭക്ത വിചാരിച്ചു, തനിക്കും ഒരു കൃഷ്ണാനുഭവം വേണം. ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ തനിക്കും ഒരു കൃഷ്ണാനുഭവം ഉണ്ടാകും. അങ്ങനെ ഭർത്താവും മക്കളുമൊക്കെയായി അവർ ഗുരുവായൂരിൽ പോയി. അവിടെ എത്തി അവർ ഓരോ നിമിഷവും ഒരു കൃഷ്ണാനുഭവം പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ദർശനമെല്ലാം ഭംഗിയായി കഴിഞ്ഞു. തിരികെ വരാനുള്ള സമയമായി. ഭർത്താവും കുട്ടികളും കൂടി പടിഞ്ഞാറേ നടയിലുള്ള ഒരു കടയിൽ നിന്നും കുട്ടികൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കുകയാണ്. പക്ഷേ ഈ ഭക്ത ഇതിലൊന്നും പങ്കുചേരാതെ അവിടെ ഒരിടത്ത് മാറിയിരിക്കുകയാണ്. വീട്ടിലേക്ക് തിരികെ പോകാൻ സമയമായി. എന്നിട്ടും ഗുരുവായൂരപ്പൻ ഇതുവരെയും തനിക്കൊരു കൃഷ്ണാനുഭവം തന്നില്ലല്ലോ എന്നൊക്കെ ഭഗവാനോട് പരാതി പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒറ്റയ്ക്കിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഒരു വൃദ്ധൻ നടന്നു വന്നത്. മോളെന്താ തനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേഗം ചാടി എഴുന്നേറ്റു. തൻ്റെ വിഷമം കണ്ട് ഭഗവാൻ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ മുന്നിൽ വന്നു നിൽക്കുകയാണെന്ന് വിചാരിച്ചു. ഭയഭക്തിയോടെ വൃദ്ധനെ നോക്കി. പഴകിയ വെള്ളമുണ്ടും ഒരു വെളുത്ത ഷർട്ടും ധരിച്ചിരിക്കുന്നു. തോളിൽ ഒരു വലിയ സഞ്ചിയുണ്ട്. താടിയും മുടിയുമെല്ലാം നരച്ച പ്രായമായ ഒരു മനുഷ്യൻ. മോളെ, എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിച്ച് വൃദ്ധൻ ദയനീയമായി നോക്കി. ഗുരുവായൂരപ്പൻ തന്നെ പരീക്ഷിക്കാൻ വേഷം മാറി വന്നിരിക്കുകയാണ്. തനിക്ക് കൃഷ്ണാനുഭവം തരാൻ വേണ്ടി ഭഗവാൻ വന്നിരിക്കുകയാണ്. വേഗം ബാഗ് തുറന്ന് അതിലുള്ള രൂപയെല്ലാം എടുത്തു. എല്ലാം കൂടി 600 രൂപയുണ്ട്. 100 രൂപ ചോദിച്ച വൃദ്ധന് 600 രൂപ കൊടുത്തു. സന്തോഷം കൊണ്ട് വൃദ്ധൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ അവരെ തൊഴുതിട്ട് തിരിച്ചു നടന്നു. അപ്പോഴാണ് ബാഗിൽ 5 രൂപയുടെയും 10 രൂപയുടെയും കുറച്ച് നാണയങ്ങൾ കിടക്കുന്നത് കണ്ടത്. ആ വൃദ്ധൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതെല്ലാം കൂടി എടുത്ത് അയാൾക്ക് കൊടുത്തു. സന്തോഷം കൊണ്ട് മതിമറന്ന വൃദ്ധൻ വേഗം അവിടെ നിന്നും പോയി. അങ്ങനെ തനിക്കും കൃഷ്ണാനുഭവം ഉണ്ടായി എന്ന സന്തോഷത്തിൽ ഭക്ത അവിടെ ഇരുന്നു. ഭർത്താവും മക്കളും സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ എത്തിയപ്പോൾ അവരോട് അത്യധികം സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഭർത്താവ് കളിയാക്കി, പിന്നെ ഗുരുവായൂരപ്പൻ നിന്റെ കയ്യിൽ നിന്നും 100 രൂപ വാങ്ങിക്കാൻ വരുവല്ലയോ? അത് ഏതോ ഭിക്ഷക്കാരനാവും. 600 രൂപ കൊടുത്തത് കേട്ടപ്പോൾ ഭർത്താവ് ദേഷ്യപ്പെട്ടു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. കുറച്ചു ദൂരം നടന്നു വന്നപ്പോൾ ആ വൃദ്ധനെ വീണ്ടും കണ്ടു. ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ കണ്ട വൃദ്ധൻ്റെ വേഷത്തിലുള്ള ഗുരുവായൂരപ്പൻ അതാണ്. നോക്കുമ്പോൾ ആ വൃദ്ധൻ എല്ലാവരുടെ അടുത്തു ചെന്നും 100 രൂപ ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ കൊടുക്കും, ചിലർ 10 രൂപയോ 20 രൂപയോ ഒക്കെ കൊടുക്കും. കുറച്ചാളുകൾ ഒന്നും കൊടുക്കുന്നില്ല. എങ്കിലും വൃദ്ധൻ എല്ലാവരുടെയും അടുത്തു ചെന്ന് ചോദിക്കുന്നുണ്ട്. കിട്ടുന്ന പൈസയെല്ലാം തോൾ സഞ്ചിയിൽ ഇടുന്നുണ്ട്. ഭർത്താവ് പറഞ്ഞു, ഭിക്ഷക്കാരനാണ്. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായില്ലേ? അവരെ കണ്ടതും വൃദ്ധൻ അവരുടെ അടുത്തും വന്നു. വീണ്ടും 100 രൂപ ചോദിച്ചു.
600 രൂപ ഞാൻ തന്നത് മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ വൃദ്ധൻ ഒന്നും പറയാതെ അടുത്ത ആളുകളുടെ അടുത്തേക്ക് പോയി. തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഒരു കൃഷ്ണാനുഭവം കൊതിക്കില്ല കണ്ണാ എന്നു പറഞ്ഞ് അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയുടെ അനിയത്തിയും കുടുംബവും ഗുരുവായൂരിൽ കൂടെ ചെല്ലാൻ വിളിച്ചു. അങ്ങനെ അവരുടെ കൂടെ ആ ഭക്തയും വീണ്ടും ഗുരുവായൂരിൽ പോയി. കൃഷ്ണാനുഭവം വേണമെന്ന ചിന്തയൊക്കെ മനസ്സിൽ നിന്നും പോയി. തന്നെ ആരും പറ്റിക്കാതെ നോക്കണേ ഭഗവാനെ എന്ന ചിന്ത മാത്രമായി മനസ്സിൽ. അങ്ങനെ ഗുരുവായൂരിൽ ഭഗവാനെ തൊഴാനായി വരിയിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തൻ കണ്ണനെ നീതിക്കാൻ കദളിപ്പഴം കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ മനസ്സിൽ ഓർത്തു, ഒരു കദളിപ്പഴം കിട്ടിയിരുന്നെങ്കിലെന്ന്. അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. വരിയിൽ ഏറെ നേരം നിന്ന് നാമം ജപിച്ചു. ഇതിനിടയിൽ കദളിപ്പഴത്തിൻ്റെ കാര്യമെല്ലാം മറന്നു. നാമം ജപിച്ച് ഭഗവാന്റെ മുന്നിലെത്തി തൊഴുതു പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ക്ഷേത്ര ജീവനക്കാരൻ പിന്നിൽ നിന്നും വിളിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് കദളിപ്പഴമുണ്ട്. അത് നൽകിയിട്ട് അയാൾ പറയുകയാണ്, കദളിപ്പഴമാണ്, കണ്ണനെ നേദിച്ചതാണ്, കഴിച്ചോളൂ എന്ന്. ആ നിമിഷം കണ്ണ് നിറഞ്ഞ് കണ്ണാ എന്ന് വിളിച്ചുപോയി. വരിയിൽ നിന്നപ്പോൾ വെറുതെ മനസ്സിൽ തോന്നിയിരുന്നു ഒരു കദളിപ്പഴം കിട്ടിയിരുന്നെങ്കിലെന്ന്. പിന്നെ അത് ശരിക്കും മറന്നുപോയി. പക്ഷെ കണ്ണൻ മറന്നില്ല. കണ്ണനത് ഓർത്തു വെച്ചു. എന്നിട്ട് അത്രയും തിരക്കിനിടയിലും തനിക്കായി അത് എത്തിച്ചു തന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് കിട്ടിയ മനോഹരമായ ഒരു കൃഷ്ണാനുഭവം. ഭഗവാന് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണാനുഭവം നമ്മൾ തേടി നടക്കേണ്ടതല്ല. അതിൻ്റെ സമയമാകുമ്പോൾ അത് നമ്മെ തേടിയെത്തും. എനിക്കൊരു കൃഷ്ണാനുഭവം വേണം എന്നും പറഞ്ഞ് ഞാൻ നടന്നാൽ എനിക്കത് കിട്ടണമെന്നില്ല. എനിക്ക് കൃഷ്ണാനുഭവം അനുഭവിക്കാനുള്ള ഭാഗ്യവും യോഗവും ഉണ്ടെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ ഭഗവാൻ അത് നൽകും. പരമഭക്തിയുള്ളവർക്ക് മാത്രമേ കൃഷ്ണാനുഭവം സാധ്യമാവുകയുള്ളൂ. ആദ്യം നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കണം. ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കണം. അതിന് ശുദ്ധ ഭക്തി അത്യാവശ്യമാണ്. കളങ്കമില്ലാത്ത ഭക്തിയും ഭഗവാനോടുള്ള തീക്ഷ്ണമായ സ്നേഹവും ഉണ്ടെങ്കിലേ നമുക്ക് കൃഷ്ണാനുഭവം ലഭിക്കുകയുള്ളൂ. കൃഷ്ണാനുഭവം മഹാപുണ്യമാണ്. ഭഗവാന്റെ വലിയ വലിയ അനുഗ്രഹമാണ്. ഒരിക്കലെങ്കിലും അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും യോഗവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.